ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഒരു 6:30 തൊട്ട് ഒരു 9 മണി വരെയുള്ള എൻ്റെ ഹാർഡ് വർക്കാണ് കേട്ടോ. നല്ല സൂപ്പർ മോരുകറിയാണ്. പക്ഷെ കാളൻ പോലെയാണ് ഞാൻ മോരുകറി വെക്കാറ് കേട്ടോ. എന്താണ് രസക്കാളൻ അല്ലേ, ആ ടൈപ്പിലാണ് വെക്കാറ്. വാഴയ്ക്കൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ, ശരിക്കും നല്ല രുചിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള എൻ്റെ ഒരു കറികളിൽ ഒന്നാണ് കേട്ടോ ഇത്. പിന്നെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ പരിപ്പ് കറി. പിന്നെ അവൾക്ക് നമ്മൾ പലഹാരത്തിൻ്റെ ഒപ്പം രാവിലെ കൊടുക്കുന്ന പരിപ്പ് കറിയാണ് ഇത്. ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ. അധികം തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. ബീൻസ് നമ്മുടെ പച്ച ബീൻസാണ് കേട്ടോ ആള്. ഈ ബീൻസ് പൊതുവെ എനിക്കിഷ്ടമല്ല. പിന്നെ ചെറുപയർ, ഇത് ചെറുപയർ പുഴുക്ക്. ഇത്രയും കറികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഓൾറെഡി വീട്ടിലുള്ള നാരങ്ങക്കറി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നാരങ്ങ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി, പുളിയൊക്കെ വെച്ചിട്ടൊരു നാരങ്ങക്കറി വെക്കുന്ന നമ്മളിവിടെ. അങ്ങനെ നാരങ്ങക്കറി ഉണ്ട്. രാവിലെ ഇഡ്ഡലി ആയിരുന്നു, അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ സാമ്പാറിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പോയിട്ടില്ല, നമ്മുടെ മെയിൻ ആള് ചോറ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6:30 തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന ടാസ്കുകളാണ്, ഇത്രയും ടാസ്കുകളാണ് കേട്ടോ. ഒരു സഹായവും ആരും നമുക്ക് ഹെൽപ്പില്ല, എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. തനിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം വേസ്റ്റ് ആവുന്നൊരവസ്ഥയാണ്. കാരണം വീട്ടിലുള്ള എല്ലാവരും പെട്ടെന്നൊരു എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പം മോർണിംഗ് നമ്മൾ അവരെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആവും. അപ്പം ശരിക്കും വിഷമമുണ്ട് എനിക്ക്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടേ ഇതൊക്കെ ഒന്ന് വേസ്റ്റ് ആവുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അടുത്ത ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പോൾ എന്താ ചെയ്യുക, ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.